വാർദ്ധക്യത്തിലെത്തുമ്പോൾ മക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്ന ചിന്തയിലായിരുന്നു അലിമുക്ക് വാലുതുണ്ടിൽ ശാന്തമ്മ 30 വർഷം മുമ്പ് കന്നുകാലി വളർത്തൽ ആരംഭിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദിവസങ്ങൾക്ക് മുമ്പ് ശാന്തമ്മയുടെ 2 ആടുകളെ പുലി പിടിച്ചു. രാപകൽ വ്യത്യാസമില്ലാതെ ആടുകളെ താലോലിച്ചും ഓമനിച്ചുമൊക്കെയായിരുന്നു ശാന്തമ്മ പോറ്റി വന്നിരുന്നത്. പക്ഷേ വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. തന്റെ മക്കളെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് ശാന്തമ്മ ആടുകളെ നഷ്ടപ്പെട്ട നാൾ മുതൽ കഴിഞ്ഞു വന്നിരുന്നത്. കണ്ണീരുണങ്ങാത്ത ഓരോ രാവും പകലും അവർ മരിച്ചു ജീവിക്കുകയായിരുന്നു. ആട്ടിൻകൂടിനോട് ചേർന്നുള്ള കൂരയിലായിരുന്നു ശാന്തമ്മയുടെ വാസവും. ഇതിനിടെയാണ് ശാന്തമ്മയുടെ ദുരിതം കേട്ടറിഞ്ഞ ജ്യോതികുമാർ ചാമക്കാല MLA 2 ആടുകളെ പകരമായി വാങ്ങി നൽകിയത്. രാവിലെ 11 മണിയോടെ ശാന്തമ്മയുടെ കൂരയിലെത്തി ചാമക്കാല ആടുകളെ കൈമാറി. സന്തോഷം കൊണ്ടവർ വീർപ്പുമുട്ടിയെങ്കിലും ശാന്തമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇന്നലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞ ഇറക്കാൻ ഇറക്കത്തില്ല, പറഞ്ഞ് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടുവന്ന് രാവിലെ ഒരുപാട് കളിച്ചായി എന്റെ കുഞ്ഞുങ്ങൾ പോയി. ശാന്തമ്മയുടെ രോദനം കേട്ടിരുന്നപ്പോൾ അറിയാതെപ്പോഴോ അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ, മണ്ഡലം പ്രസിഡന്റ് ബിജു മഴയിൽ, കെ തോമസ്, ബിജി തുടങ്ങിയവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അരികിലുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയങ്ങ് ചേർത്ത് പിടിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. ഓരോ കരുതലും കരുത്തോടെയാകുമ്പോൾ നമ്മളൊക്കെ ഒന്നാണെന്ന സന്ദേശം കൂടി നൽകുകയാണ് ജ്യോതികുമാർ ചാമക്കാല. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.